വടക്കാട്ടേരി PK മെമ്മോറിയൽ UP സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, അധ്യാപക ദിനത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം അറിയിക്കുകയാണ് ആദ്യമായി ഞാൻ. അധ്യാപകരോട് അധ്യാപക ദിനത്തിൽ എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇത് യഥാർത്ഥത്തിൽ S. രാധാകൃഷ്ണന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ കാണാൻ വന്ന കുട്ടികളോട്, അഭിനന്ദിക്കാൻ വന്ന കുട്ടികളോട് രാധാകൃഷ്ണൻ പറഞ്ഞതാണ്, നിങ്ങൾ ഈ ദിവസം സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആഘോഷിച്ചുകൊള്ളൂ. യഥാർത്ഥത്തിൽ ആഗോളതലത്തിൽ അധ്യാപക ദിനമുണ്ട്. അധ്യാപകരെ അനുമോദിക്കുന്നതിനും അതുപോലെ തന്നെ അവരെ സെലിബ്രേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അധ്യാപകർ യഥാർത്ഥത്തിൽ സെലിബ്രിറ്റീസാണ്. കുട്ടികളുടെ ഇടയിൽ സെലിബ്രിറ്റീസാണ് അധ്യാപകരെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളതുമാണ് ഈ ദിവസം എന്ന് പറയുന്നത്. കാരണം ഒരു അധ്യാപകന്റെ പെർഫോമൻസിനെ സാധാരണ കവിതയിലൊക്കെ നമ്മൾ ആസ്വാദനക്കുറിപ്പുകൾ എഴുതുമല്ലോ, അതുപോലെ അധ്യാപകരെ സംബന്ധിച്ചുള്ള ഒരു ആസ്വാദനം കൂടിയാണ് അധ്യാപക ദിനം എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ച് അതിന്റെ ചരിത്രവും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ദിനത്തിൽ, ഒരു അധ്യാപക ദിനത്തിൽ അധ്യാപകൻ ആലോചിക്കേണ്ടത് എന്താണ്? നമുക്കറിയാം, വിദ്യാഭ്യാസ പ്രക്രിയയിലെ പ്രൊഫഷണലും അതുപോലെ തന്നെ അക്കാഡമിക്കുമായിട്ടുള്ള ഘടകം അധ്യാപകൻ തന്നെയാണ്. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് എന്തൊക്കെ സിദ്ധാന്തങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ നയങ്ങൾ രൂപവൽക്കരിച്ചാലും, സമീപനം എന്തൊക്കെയായിരുന്നാലും അധ്യാപകൻ എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ എല്ലാ കാലത്തും അതിന് അധ്യാപകന്റെ ഒരു ദർശനം, അതിനൊക്കെ എല്ലാ കാലത്തും ഒരു സ്ഥാനമുണ്ട്, പ്രാധാന്യമുണ്ട്. അപ്പോഴേ ഈ ദിവസം സാധാരണ പറയുക, ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ എന്ന് പറയുന്നത് മറ്റൊരുപാട് പലതരത്തിലുള്ള പ്രൊഫഷനുകളെ പഠിപ്പിക്കുന്ന പ്രൊഫഷനാണ് എന്ന് പറയും. അങ്ങനെയെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പലതരം കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ തന്നെ ചരിത്രകാരന്മാര്, രാഷ്ട്രതന്ത്രജ്ഞര്, ഒപ്പം തന്നെ ഭരണാധികാരികൾ, ഇതൊക്കെ സൃഷ്ടിക്കുന്ന ആളാണ് അധ്യാപകൻ എന്നാണ് പറയുക. അപ്പം പലതരം പ്രൊഫഷനുകളെ സൃഷ്ടിക്കുന്നത് അധ്യാപകനായതുകൊണ്ട് തന്നെ അധ്യാപനം മികച്ചതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഒരു പരഭാഗ ശോഭ കെടുത്തുന്ന ചില പ്രവണതകളും അതുപോലെ തന്നെ വ്യക്തിത്വങ്ങളും വളർന്നു വരുന്നുണ്ട്. ഇത് ആരുടെ അക്കൗണ്ടിലാണ് പോവുക എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എല്ലാ നേട്ടങ്ങളും അതിന്റെ മെറിറ്റും ഒക്കെ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത് അധ്യാപകന്റെ അക്കൗണ്ടിലാണെങ്കിൽ, പിന്നെ ഈ തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധതയുടെയും അതുപോലെ തന്നെയുള്ള ഈ ദുഷ്പ്രവണതകളും ഒക്കെ ഇതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ കാണപ്പെടുമ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? അങ്ങനെയെങ്കിൽ ഈ നന്മകളുടെയും നേട്ടങ്ങളുടെയും ഒരു മുഴുവൻ അതിന്റെ കാരണക്കാരൻ ഞാനാണ് എന്ന് അധ്യാപകൻ പറയുമ്പോൾ, മറ്റതിന്റെ കാരണക്കാരൻ കൂടി അല്ലെങ്കിൽ ഉത്തരവാദി കൂടി താനാണ് എന്ന് അധ്യാപകന് പറയാൻ കഴിയേണ്ടി വരില്ലേ? അല്ലെങ്കിൽ അധ്യാപകൻ പറയേണ്ടി വരില്ലേ? ഇവിടെയാണ് അധ്യാപകന്റെ ദർശനത്തിന്റെ ഒരു പ്രത്യേകത. പിന്നെ എന്തായിരിക്കണം പഠന മാധ്യമം എന്നൊക്കെയുള്ള വളരെ കാലമായിട്ട് പറഞ്ഞു വരാറുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് മലയാളമോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ എന്നൊക്കെയുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, ബോധന മാധ്യമം എപ്പോഴും സ്നേഹമായിരിക്കും. ലവ് ഷുഡ് ബി ദി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ് ഒരു വിദ്യാഭ്യാസത്തിന്റെ പോളിസി. അവിടെ കുട്ടിയെ അറിയുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സംഗതിയാണ്. കുട്ടിയെ അറിയുക. ഇപ്പം മെന്ററിങ് എന്ന് പറയുന്ന കാര്യമൊക്കെ എത്രയോ കാലമായി നമ്മൾ പരിശീലനത്തിലും അതുപോലെ തന്നെ പ്രായോഗികതയിലും ഇതിന്റെ സിദ്ധാന്ത രൂപത്തിലൊക്കെ നമ്മൾ പറയുന്നതാണ് മെന്ററിങ്. പക്ഷേ ഈ സഹരക്ഷിതാവ് എന്ന രീതിയിൽ നമ്മളുടെ അധ്യാപകരിൽ എത്ര പേര് കുട്ടിയെ കാണുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ പറയുക, അധ്യാപനം എന്ന് പറയുന്നത് മൾട്ടി സ്കില്ലാണ്, അല്ലെ? അതിലൊരു ടെക്നോളജി ഉണ്ട്, അതിലൊരു ആർട്ടുണ്ട്, അതിലൊരു സൈദ്ധാന്തികനുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അധ്യാപകൻ എന്ന് പറയുന്നത്. ചില രാജ്യങ്ങളിലൊക്കെ അധ്യാപകന്റെ വേതനം വെച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, അല്ലെ? പിന്നെ ശിക്ഷ വിധിക്കുമ്പോൾ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ സർക്കാരിന്റെ അനുമതി വേണ്ട ഒരേ ഒരു പ്രൊഫഷണൽ അധ്യാപകനാണ് ചില രാജ്യങ്ങളിൽ. അവിടെ ജഡ്ജിയെ പോലും വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യും, പക്ഷെ അധ്യാപകനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അനുമതി വാങ്ങിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അധ്യാപകൻ ആരാണ്?
ഈ അത്യധികമായിട്ടുള്ള വേതനം പറ്റുന്ന അല്ലെങ്കിൽ ഇത്രമാത്രം അംഗീകാരമുള്ള അധ്യാപകൻ ആരാണ്? അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ കൃത്യമായ ആ ഒരു പ്രൊഫഷന് പറ്റിയ തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉദാഹരണത്തിന് ഒരു ഭാഷ പഠിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. അയാളെ സംബന്ധിച്ച് ഒന്നാമത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഭാഷയുടെ വ്യത്യസ്തമായിട്ടുള്ള ശേഷികൾ കുട്ടികളിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം എപ്പോഴും ഒരു 20%, 30%, ചിലപ്പോൾ 50%, ചിലപ്പോഴും അതിൽ കൂടുതലും താൻ ശ്രമിച്ചിട്ടും ഈ ഒരു നേട്ടങ്ങളിൽ എത്താൻ കഴിയാതെ നമ്മളുടെ ക്ലാസിന്റെ അല്ലെങ്കിൽ ആ ഒരു മാർജിനപ്പുറം പോകുന്നുണ്ട്. മറ്റേ അധ്യാപകൻ എന്താണ് ചെയ്യുന്നത്? അധ്യാപകൻ അത് ഉറപ്പുവരുത്തുന്നതിന് ആദ്യം അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ തരത്തിലുമുള്ള സ്കില്ലുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നു. അദ്ദേഹം തന്റെ സോഫ്റ്റ് സ്കില്ലുകൾ ഉപയോഗിക്കുന്നു, ICT സാധ്യതകൾ ഉപയോഗിക്കുന്നു. കമ്മ്യൂണിക്കേഷന്റെ ഒരു തലത്തിലാണെങ്കിൽ അദ്ദേഹം തിയേറ്റർ എലമെന്റ്സ് ഉപയോഗിക്കുന്നു. എന്നിട്ടും സാധ്യമല്ലെങ്കിൽ അയാൾ അന്വേഷണാത്മകമായി ആലോചിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ ഞാൻ പ്രയോഗിച്ചിട്ടും എന്റെ കുട്ടിയിൽ എന്റെ ആശയങ്ങൾ എത്താത്തത്? എവിടെയാണ് ഇതിന്റെ പ്രശ്നം? ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ അങ്ങനെയാണല്ലോ, ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു ആശയവിനിമയ വ്യവസ്ഥയാണ്. ഈ ആശയവിനിമയ വ്യവസ്ഥയിലെ അതിന് തടസ്സം നിൽക്കുന്നത് എന്താണ് എന്ന് ഗവേഷണാത്മകമായി കണ്ടെത്തി അതിന് ഞാൻ എന്താണ് പുതുതായി ഞാൻ രൂപീകരിക്കേണ്ടത് അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട തന്ത്രം എന്താണ് ആലോചിക്കുകയും ചെയ്യുന്നു. അപ്പോഴേ ഇവിടെ ഒരു അധ്യാപകൻ എന്ത് ചെയ്തു? അദ്ദേഹം ICT സാധ്യതകൾ ഉപയോഗപ്പെടുത്തി, തിയേറ്റർ എലമെന്റ്സ് ക്ലാസ്സിൽ ഉപയോഗപ്പെടുത്തി, പിന്നീട് എന്താണ് കലാപരമായിട്ട് സർഗാത്മകമായിട്ട് വിഷയത്തെ സമീപിച്ചു. എന്നിട്ടും സാധ്യമാകുന്നില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം വെർബൽ കമ്മ്യൂണിക്കേഷന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റജി ഉപയോഗിക്കും. ഇങ്ങനെ മൾട്ടി സ്കിൽ എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ നൈപുണികൾ ഒത്തുചേർന്ന ഏറ്റവും വലിയ മനുഷ്യന്റെ ഒരു സാധ്യതയാണ് അവിടെ അധ്യാപകൻ എന്ന് പറയുന്നത്. ഈ അധ്യാപകനാണ് നമ്മളുടെ ഒരു മൂല്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ 5 ലക്ഷത്തിനടുത്ത്. അപ്പൊ അങ്ങനെ ഒരു അധ്യാപകനെ ഈ രംഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ അധ്യാപകന്റെ അടുത്തെത്തുന്ന ഒരു കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിൽ ഒരു പരഭാഗ ശോഭയുണ്ടാക്കുന്ന തരത്തിൽ ആ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വം അവിടെ ഉണ്ടാവില്ല. ഒരു ഭാഗത്ത് നമ്മൾ മികച്ചതെന്ന് പറയുമ്പോഴും മറുഭാഗത്ത് അപ്പൊ ഇങ്ങനെ വരണമെന്നത് സാധ്യമാണോ എന്നുള്ളതാണ്. വിഷയം പഠിപ്പിക്കുക എന്ന് പറയുന്നത് പരിമിതികളുണ്ട്. അപ്പം വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ മാത്തമാറ്റിക്സ് പഠിച്ചാൽ മാത്രമേ കുട്ടി 10ാം ക്ലാസ്സിൽ ജയിക്കൂ എന്നൊന്നുമില്ല. അവന്റെ ഒരു ടാലന്റ്, കാരണം നമുക്ക് സംഗീതം ആവശ്യമുണ്ട്, നമുക്ക് ചിത്രം വരെ ആവശ്യമുണ്ട്. കാരണം സർഗാത്മക ഇപ്പൊ തന്നെ നോക്കൂ, ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തിൽ നിരവധി സംഘർഷങ്ങളാണ് മനുഷ്യനെ സംബന്ധിച്ച്. മാനസികമായും സാമ്പത്തികമായും ശാരീരികമായുമുള്ള നിരവധി പ്രശ്നങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മൊത്തം ഒരു തകർന്നു പോവുകയാണ്. ഈ സന്ദർഭത്തിൽ എന്താണ് നമ്മളെ ഒരു പരിധിവരെ നമുക്ക് ഒരു ബലം നൽകുന്നത്? എന്താണ് അത്? സംശയം വേണ്ട, ഒരു ലോക്ക്ഡൌണിനും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സർഗാത്മകമായിട്ടുള്ള പ്രകടനങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അതിന് ഭാഗ്യത്തിന് നമുക്കൊരു മീഡിയ കൂട്ടുകിട്ടി എന്നുള്ളത് അതിനേക്കാൾ വലിയ ഒരു കാര്യം. കാരണം ഈ മീഡിയ കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ കൊറോണ കാലഘട്ടം വളരെ വിരസവും വരണ്ടതും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു അർത്ഥശൂന്യമെന്ന് തോന്നുന്ന തരത്തിലൊക്കെ ആയി മാറുമായിരുന്നു. അപ്പോഴിങ്ങനെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സർഗാത്മക പ്രവർത്തനമാണ്. ഇവിടെയുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേകിച്ച് കേരളീയ പശ്ചാത്തലത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളുണ്ട്. പക്ഷെ ആ സ്മാർട്ട് ക്ലാസ് റൂമിന് അനുസൃതമായിട്ടുള്ള ഒരു സ്മാർട്ട് അധ്യാപകനെ കിട്ടുന്നതിലാണ് പ്രശ്നം. ആരാണ് സ്മാർട്ട് അധ്യാപകൻ? അല്ലെങ്കിൽ സ്മാർട്ട്നെസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകം എന്താണ്? സംശയം വേണ്ട, അത് അപ്ഡേഷനാണ്, നവീകരണമാണ്. ഈ നവീകരണം സാധ്യമായിട്ടുള്ള ഒരു തലമുറയെ തിരിച്ചറിയുന്ന, ആ തലമുറയ്ക്ക് അനുസൃതമായിട്ടുള്ള പ്രവണതകൾ തിരിച്ചറിയുന്ന ഒരു അധ്യാപകൻ തന്നെയാണ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട അധ്യാപകൻ. അതുകൊണ്ട് ആകാശത്തിന് കീഴെയുള്ള ഏത് വിഷയവും കൈകാര്യം ചെയ്യുന്നതിനും അത് വിശകലനം ചെയ്യുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും ഒക്കെ തന്നെ പ്രാപ്തിയുള്ള ഒരു അധ്യാപകൻ അത് സ്മാർട്ടായിരിക്കും. കാരണം അതിനനുസൃതമായിട്ടുള്ള കാലാകാലങ്ങളിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെ തിരിച്ചറിയുകയും മാറ്റങ്ങളെ സ്വീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും അതനുസൃതമായിട്ട് പുതിയ സാഹചര്യത്തിൽ പുതിയ സാമൂഹ്യ സന്ദർഭത്തിൽ അയാൾ പെരുമാറുകയും ചെയ്യും. ഇതൊക്കെ അധ്യാപകൻ. അതുകൊണ്ട് തന്നെ അധ്യാപകൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെന്ന് പറയുന്നത് തന്നെ മനുഷ്യ വിഭവം എന്നതിലുപരി അപാരമായ ഒരു സാധ്യതയാണ്. ഈ സാധ്യത പരിപൂർണമായും എത്തിച്ചേരുന്നത് അധ്യാപകനിലായിരിക്കണം. അപ്പോൾ ഇതിനെ നമ്മളെ സംബന്ധിച്ച് പലരും തന്നെ ഈ ഒരു വൃത്തിയിൽ എത്തിച്ചേർന്ന ഒരു ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ തന്നെയാണ്, സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ ആലോചിച്ചാൽ ഇതാണ് ഏറ്റവും മഹത്തായ സേവന മേഖല അല്ലെങ്കിൽ ജോലി എന്നൊന്നും പറയുന്നത് വലിയ കാരണം. എല്ലാം തന്നെ സേവനത്തിന്റെ മേഖലയാണ്.
റോട്ടിൽ പിന്നെ താറുരുക്കി ഉപയോഗിക്കുന്ന ആളും ഡ്രൈവ് ചെയ്യുന്ന ആളും ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളും ടൈലറിങ്ങും ഒക്കെ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പിന്നെ സമൂഹത്തിന് ആവശ്യമുള്ളവരും സേവന സന്നദ്ധരും സേവനത്തിന്റെ മേഖലയിലുള്ളത്. പക്ഷേ അധ്യാപനം എന്ന് പറയുന്നത് പലതരത്തിലുള്ള വിജ്ഞാന മേഖലകളുടെ ഒരു സമന്വയം സാധ്യമാക്കേണ്ട ഒന്നാണ് അല്ലെ. അപ്പോഴേ ഇവിടെ പലപ്പോഴും നമ്മളുടെ ഒരു സ്റ്റുഡന്റ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു കാര്യം മുന്നോട്ട് വെച്ചപ്പോൾ പലപ്പോഴും അധ്യാപകർ തന്നെയാണ് ധൈര്യപൂർവ്വം അധ്യാപകന് നിൽക്കാം, തൻ്റെ കുട്ടി തന്നെ വിലയിരുത്തട്ടെ, തൻ്റെ അപാകതകൾ പറയട്ടെ, എന്താണ് പ്രശ്നം. ഏറ്റവും പുതിയ തരത്തിലുള്ള പ്രവണത കുട്ടി അധ്യാപകനെ വിലയിരുത്തുന്നത് അല്ലെ, അതിനനുസൃതമായിട്ടുള്ള. ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വിജ്ഞാന മേഖലകളെ സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും അതിന് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു ഘടകം ഉൾച്ചേരുമ്പോഴുമാണ് ഒരു പ്രൊഫഷനായി മാറുന്നത്. അപ്പോഴാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് അധ്യാപകനും അതുപോലെ തന്നെ വക്കീലും പിന്നെ എഞ്ചിനീയറും അതോടൊപ്പം തന്നെ അധ്യാപകനും ഒരു പ്രൊഫഷണലായി മാറുന്നത്. പക്ഷെ അതിനനുസൃതമായിട്ടുള്ളൊരു പ്രൊഫഷണലിസമാണ്. ഈ പ്രൊഫഷണലിസം വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ തരത്തിലുള്ള നവീകരണം, അപ്ഡേഷൻ ആവശ്യമാണ്. അപ്പോൾ അപ്ഡേഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അധ്യാപകൻ സ്മാർട്ടാവും. അങ്ങനെ സ്മാർട്ടായ ഒരു അധ്യാപകൻ സ്മാർട്ട് ക്ലാസ് റൂമിന് അനുസൃതമായിട്ടുള്ള അധ്യാപകനായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ചില ചിന്തകളാണ് നമുക്ക് ഈ അധ്യാപനത്തിൽ വരേണ്ടത്. ഇതെന്ന് പറയുന്നത് ഒരു പ്രഭാഷണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പരിശീലനം കൊണ്ടൊന്നും തന്നെ അധ്യാപകൻ അതിൻ്റെതായിട്ടുള്ള എല്ലാ പിന്നെ ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ ഭാവങ്ങളുടെ ഒരു പിന്നെ ആകത്തുകയായൊന്നും മാറുകയില്ല എന്ന് നമുക്കറിയാം. സാധാരണ മനുഷ്യൻ്റെ ഒരു പ്രതിനിധി തന്നെയാണ് അധ്യാപകൻ. അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ നമ്മൾ ഈ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള പ്രൊഫഷൻ്റെതായ ചില ഘടകങ്ങൾ നമ്മൾ ഉൾച്ചേർന്നിരിക്കണം. അതുകൊണ്ട് ഏറ്റവും പുതിയ എന്താണ് വിജ്ഞാന രംഗത്തും സാങ്കേതിക രംഗത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് അറിയും, അത് ഉൾക്കൊള്ളും. ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒന്നാണ്. അങ്ങനെ കുത്തിച്ചെലുത്തി ഉണ്ടാക്കേണ്ട ഒന്നല്ല. നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന പ്രചോദനങ്ങളിൽ നിന്നുണ്ടാവേണ്ടതാണ്. അപ്പോൾ മാത്രമാണ് നാം പ്രതിബദ്ധതയുള്ള ഒരാളായി മാറുകയുള്ളൂ. അപ്പോഴേ പിന്നെ അധ്യാപക ദിനത്തിൽ ഇത്തരത്തിലുള്ള ചില ചിന്തകളാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. വളരെ നേരം സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും സവിത എൻ്റെ വിദ്യാർത്ഥിനിയാണ്, വിളിച്ചതിൽ വളരെ സന്തോഷം. എല്ലാ അധ്യാപകർക്കും നല്ല അധ്യാപക ദിനം ആശംസിച്ചുകൊണ്ടും അതിന് മറ്റ് പ്രാധാന്യമൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നേട്ടങ്ങളുടെയും നന്മയുടെയും ഒരു കാര്യം നമ്മൾ അധ്യാപനത്തിൻ്റെ ഭാഗമായി പറയുമ്പോൾ മറുഭാഗത്ത് നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ ആരെങ്കിലും അതിന് വിരുദ്ധമായ രീതിയിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടതും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനും നമ്മുടെ ഭാഗത്തു നിന്ന് അറിയാം. സാമൂഹ്യമായ ഒരുപാട് ചുറ്റുപാടുകളാണ് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. എന്നിരുന്നാൽ പോലും ഒരു മെന്ററിങ് എന്ന് പറയുന്ന എപ്പോഴും കൂടെ കുട്ടിയെ അറിയുക, അവനോടൊപ്പം നിൽക്കുക, ചേർത്ത് പിടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലേക്ക് അധ്യാപകൻ മാറുമ്പോഴാണ് ആ ഒരു ദർശനം ഉൾക്കൊള്ളുന്ന ഒരു ജീവിതക്രമമാണ് ടീച്ചിങ്. യഥാർത്ഥത്തിൽ സമത്വത്തിൻ്റെ ഒരു ദർശനം, ജനാധിപത്യത്തിൻ്റെ ഒരു ദർശനം, ഇതൊക്കെ ഒരു ജീവിതക്രമമാണ്. ജീവിതക്രമം വന്നു ചേർന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ച് പിന്നെ തൻ്റെ അധ്യാപനം എന്ന് പറയുന്ന ഒരു ജീവിതക്രമമായി മാറും സ്വാഭാവികമായും. അതുകൊണ്ടാണ് ടീച്ചിങ് ഈസ് ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അധ്യാപനം എന്ന് പറയുന്നത് വ്യക്തിയന്തര സ്വാധീനമാണ്. അതിനപ്പുറം നമ്മൾ അറിവ് പകരുക, അതല്ലെങ്കിൽ പഠിപ്പിക്കുക, സിലബസ് അനുസരിച്ച് പാഠ്യപദ്ധതി വിനിമയം ചെയ്യുന്നതിനപ്പുറം ഇതിലൂടെയൊക്കെ സാധ്യമാകുന്നത് കുട്ടികളുള്ള അധ്യാപകന്റെ സ്വാധീനമാണ്. ഈ സ്വാധീനം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അധ്യാപകൻ എന്നുള്ള രീതിയിൽ ആ ഒരു പ്രൊഫൈൽ എല്ലാ കാലത്തും ശോഭിക്കും. ആ തരത്തിലായി തീരട്ടെ നിങ്ങൾ ഓരോരുത്തരും എന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത്. എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.